ഞാനേ എൻ്റെ മണിക്കുട്ടിക്ക് വെള്ളം കെട്ടാൻ പോവുകയാണ്. അവളെ എന്നെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വിളിച്ചാൽ തിരിഞ്ഞു വെക്കുമെന്ന് അറിയില്ല. മണിക്കുട്ടിയെ, ആ മണിക്കുട്ടിയെ, ആരാ എൻ്റെ പുറത്ത്? എൻ്റെ മണിക്കുട്ടിക്ക് വെള്ളം കൊടുക്കുക. എപ്പോൾ ഈ പറമ്പിൽ വന്നാലും ഈ ഒരു ചെമ്പൻകൊക്കെ ഉണ്ടാവും മണിക്കുട്ടിക്ക് കൂട്ടായിട്ട് ഇവിടെ. എന്നും കണ്ട് കാരണം ആൾക്കൊരു പേടിയൊന്നുമില്ല. പാടത്തെ പരൽമീനുകളെ പിടിച്ച് തിന്നുന്ന ഒരു കാലം ഈ കൊക്കുകൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ പാടങ്ങളില്ല, ഇപ്പോൾ പാടമൊക്കെ നികത്തി വീടുകളായല്ലോ. അപ്പോൾ ഈ ഒരു ചെമ്പൻകൊക്കെ എപ്പോൾ വന്നാലും ഈ ഒരു പറമ്പിലുണ്ടാവും. മണിക്കുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ചാടി ചാടി നടന്ന് പുൽച്ചാട്ടിനൊക്കെ തിന്ന് ചെമ്പൻകൊക്കിൻ്റെ വയറും നിറയും. ഒപ്പം മണിക്കുട്ടിക്ക് ഹാപ്പിയാവും. കാണാൻ സുന്ദരനായ ഈ ചെമ്പൻകൊക്ക് ചുറ്റിപ്പറ്റി മണിക്കുട്ടിയുടെ ഒപ്പം തന്നെയാണ്. രാവിലെ തന്നെ പുല്ലരിയാൻ പോയത് കാരണം മണിക്കുട്ടിനെ പറമ്പിക്ക് കെട്ടാനൊക്കെ ഒന്ന് വൈകി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അവൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. എൻ്റെ മണിക്കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിപ്പോഴാണത് കണ്ടത്. അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നു. ചെറുതല്ല, കുറച്ച് വലുത് തന്നെ ആയിരുന്നു. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ മണിക്കുട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, എനിക്ക് മണിക്കുട്ടി കൂടാതെ കുറച്ച് ആടുകളും ഉണ്ട്. അപ്പോൾ ഞാൻ വളർത്തുന്ന ആടുകളിൽ ഏറ്റവും വലിയവനവൻ. ഇവന് ഞാൻ ശങ്കറിന് പേരിട്ട്. അവന് 1 വയസ്സായിട്ടുണ്ട്. ഇതിൻ്റെ താഴെ 2 ഉണ്ട് ഇതേ കളറിൽ. പിന്നെ ഇവളാണ് എൻ്റെ വീട്ടിൽ ആദ്യം കയറി വന്ന അമ്മിണി. എല്ലാവർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ഇവൾക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിനെ വിറ്റു. അതിനുശേഷം ഇവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളാണ്, ഒരാണും പെണ്ണും. പിന്നെ അവളുടെ 2 കുട്ടികളെ ഞാൻ കൂട്ടിലിട്ടാണ്. ഇവന്മാരെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരെ തിന്നാനല്ല നോക്കുന്നത്. ആളുകളുടെ മതിൽമലും പറമ്പിലും ഉള്ള മുറ്റത്തൊക്കെ ഓടി നടക്കുകയാണ്. പിന്നെ ചെടികളൊക്കെ പോയി കടിക്കുക. ഇവർക്കൂടി ചെറിയൊരു ശല്യം ഉണ്ടത് കാരണം ഞാൻ കൂട്ടിൽ തന്നെ അടച്ചിട്ടാണ്. പിന്നെ കൂട്ടിൽ തന്നെ പുല്ലിട്ട് കൊടുക്കും. നമ്മുടെ കുട്ടി ശങ്കരനും അതന്നെ പണി. വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ മതിലും മുറ്റത്തും ചെടിയൊക്കെ കടിച്ച് നശിപ്പിക്കുക. അപ്പോൾ ഇവനും ഞാൻ കൂട്ടിലിട്ടതാണ്. ഇവർക്കൊക്കെ 4 മാസമായിട്ടുണ്ട്. 4 മാസമായ കുട്ടികളാണ് ഇവർ. ഇവൻ വാലുമ ചൂട്ടുള്ള കുഞ്ഞിന് 1 മാസം പ്രായം. ഇങ്ങോട്ട് വായോ, എന്തോ ഇവരാണ് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന അതിഥി. ജനിച്ചപ്പോഴേ വലിയ ചെവിയും നീണ്ട കൈകാലൊക്കെ ഉള്ള ഒരായം നട്ടുള്ള ഒരു ആട്ടുംകുട്ടിയാണ്. അപ്പോൾ നാടൻ ആടുകളിലൊന്നും ഇത് പെടില്ല. അപ്പോൾ ഇവളെയും വേറെ എടുത്തിട്ടുണ്ട്. അവളൊക്കെ ഞാനിന്ന് പുറത്തേക്ക് കൊണ്ടിട്ടില്ല, ഇവിടെ തന്നെ കെട്ടിയിട്ടുള്ളത്.